ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്ടട എന്ന് കേൾക്കുമ്പോൾ പലർക്കും ചിരിയുണ്ടോ? അതായത് ഞങ്ങളുടെ കോട്ടയ്ക്കിലെ മലപ്പുറം ഭാഗത്തൊക്കെ ഇത് ഓട്ടടയാണ്. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പേര് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓട്ടട പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, അതെങ്ങനെയാണ് ഇതിൻ്റെ ആരുകളൊക്കെ എങ്ങനെ വരുന്നത്, ഉള്ളിലൊക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചു പലരും മെസ്സേജ് അയച്ചു. എന്നാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മൾ ഒരു 1.5 കപ്പ് പച്ചരിയാണ് ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് ഇത് അരക്കണത് കേട്ടോ. 1.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറ്, നമ്മൾ തലേന്നത്തെ ചോറുണ്ടാവുമല്ലോ, ചോറ്, അതുപോലെ 1/2 കപ്പ് തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഏത് പാത്രത്തിനാണ് എടുക്കണത് അതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു തന്നത്. 1.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് സാദാ പച്ചരിയാണ് കേട്ടോ, 1 കപ്പ് ചോറ്, പിന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ആയിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പം ഞാൻ കണ്ടല്ലോ ആ വെള്ളത്തിൽ നിന്ന് അതേപോലെ ഇങ്ങോട്ട് കോരി എടുത്തിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, വാർത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഞാൻ അരച്ചെടുക്കണത് കേട്ടോ. ഇതിക്കിതാ ഞാൻ ഇത്രയും വെള്ളം, അതൊക്കെ കണ്ടോ നിങ്ങൾ, ഒരു ഏറി വന്ന ഒരു 4 സ്പൂണേറ്റ് അത്രയേ ഉള്ളൂ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈൻഡാക്കി അരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണേ. ഇത്രയും പാകത്തിന് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പിടതിലൊരു സോഡാപ്പൊടി ഒന്നും വേണ്ട. നമുക്ക് രാവിലെ എളുപ്പത്തിലുള്ളൊരു ചായക്കടിയാണ്. ഇതിന് പുറമെ ഇതിന് കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറും കട്ടൻ ചായ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് ഇത് ചൂടോടെ കഴിക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച്, അതായത് നല്ല തിളച്ച വെള്ളമല്ല എന്നാൽ തീരെ ചൂടില്ലാത്ത വെള്ളം അല്ലാത്തൊരു പാകത്തിനുള്ള ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ല. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കണം. അതായത് നമ്മൾ ആ മാവിനെ വേവിക്കരുത് അധികം, അതാണ് മനസ്സിലാക്കേണ്ടത്. കണ്ടോ, എന്നാൽ ചൂടുണ്ട് വെള്ളം, എന്നാൽ തിളച്ചിട്ടില്ല കേട്ടോ. ആ ഒരു പരുവത്തിൽ ഇതാ ഈ ഒരു ലെവലിൽ നമ്മൾ സാധാ ദോശ ഉണ്ടല്ലോ, അപ്പം, അത്രയ്ക്ക് അങ്ങോട്ട് ലൂസ് പാടുമില്ല. നമ്മളെ കലത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു മാവ്, അതായത് അധികം കട്ടിയില്ല എന്നാൽ തീരെ ഓവർ കട്ടിയല്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണ, കാരണം അത് നമ്മളിതിൽ എണ്ണ യൂസ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ മൺചട്ടിയിൽ, നമ്മളെ നാട്ടിൽ ഇതിന് ഓട്ടടക്ക് ചട്ടി, ഓട്ടട ചട്ടി എന്ന് പറഞ്ഞൊരു ചട്ടി തന്നെ നമ്മളിവിടെ വാങ്ങും കേട്ടോ. അതിലേക്കാണ് നമ്മൾ, ഒരു മണ്ണിൻ്റെ ചട്ടിയാണ്, അതിലാണ് നമ്മളിത് ചുട്ടെടുക്കണേ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ചട്ടി, ഇത് ഇതിനായിട്ടുള്ളതാണ് നമുക്ക് കേട്ടോ. ഒരു കുണ്ടുള്ള പോലത്തെ ഒരു ചട്ടിയാണ്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാ നന്നായിട്ട് ചൂടാവുക, അതായത് ഫ്ലെയിം നല്ല ഓവറിൽ കത്തിച്ച് ഇത്രയും ചൂടായതിന് ശേഷം മാത്രം ആവി ഇങ്ങനെ പൊന്തുന്ന സമയത്ത് മാത്രം നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം കേട്ടോ. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ കുമിളകൾ വരുന്ന സമയമാകുമ്പോൾ തീ അതായത് കുറഞ്ഞ സ്ലോ ആക്കിയിട്ട് വെച്ചിട്ട് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനും സംഭവം സെറ്റായിട്ടുണ്ടാകും. കാരണം നമ്മൾ അത്രയും ചൂടിലല്ലേ ഇത് ഒഴിച്ചു കൊടുത്തേ, അത്ര പെട്ടെന്ന് സെറ്റാവും കേട്ടോ. എന്തോ ഞാൻ ഇപ്പോൾ ഈ വെച്ച സമയം കൊണ്ട് തന്നെ ഞാനിത് തുറക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അത്രയും സമയപ്പോഴത്തേനും ഇതാക്കണ്ടോ, നമ്മൾ ഓട്ടട സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കിങ്ങനെ തോന്നി മാവ് കുറച്ചും കൂടി കട്ടിയുണ്ടോയെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളമാണ് പിന്നെ ഞാൻ ഒഴിച്ചിട്ട് രണ്ടാമത് ചുട്ടപ്പോൾ ഒന്നും കൂടി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഒക്കെ തരാൻ നോക്കുക കേട്ടോ. അതാണ് നമ്മുടെ ഓട്ടട. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പേരെന്ന് വെച്ചാൽ കമൻ്റ് ഇടുക. കണ്ടോ, ഇത് മുറിക്കുമ്പോൾ തന്നെ ഇത് നല്ല ആരനാരായിട്ട് നമ്മളെ കലത്തപ്പത്തിനെ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഞാൻ പറഞ്ഞല്ലോ, ലൈക്കും സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാവേ. ഓക്കെ, ബൈ.